തുടർച്ചയായ ഇന്ധന വില വർധനയിലൂടെ പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നു സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ പാലിച്ചപ്പോൾ വലിയ കയ്യടി കിട്ടി. പക്ഷേ ആ കയ്യടി സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്ക് വെള്ളിടിയായി മാറുകയാണ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ വലിയ ആശങ്കയിലാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലേക്ക് ഈ വ്യവസായ മേഖല മാറുന്നു എന്നാണ് സ്വകാര്യ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും പരാതി. പരിഹാരം അകലെയായതോടെ ജൂലൈ 1 മുതൽ അനിശ്ചിതകാലം സർവീസ് നിർത്തിവെക്കാനാണ് കോഴിക്കോട്ടെ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റി ആലോചിക്കുന്നത്. ഓരോ ബസ്സിനും ദിവസേന ചുരുങ്ങിയത് 4000 രൂപയുടെയെങ്കിലും നഷ്ടം സംഭവിക്കുന്നുവെന്നാണ് കണക്കുകൾ. ജനങ്ങൾ യാത്രയ്ക്കായി സ്വകാര്യ ബസ്സിനെ ഏറെ ആശ്രയിക്കുന്ന ജില്ല കൂടിയാണ് കോഴിക്കോട്. കോഴിക്കോട് നിന്ന് കുറ്റ്യാടി, കുന്നമംഗലം, താമരശ്ശേരി, മാവൂർ, മുക്കം, വടകര, കൊയിലാണ്ടി തുടങ്ങി പ്രധാനപ്പെട്ട റൂട്ടുകളിലേക്കുള്ള സർവീസുകളെല്ലാം നഷ്ടത്തിലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. പ്രശ്നം പലതവണ ചൂണ്ടിക്കാട്ടിയെങ്കിലും പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെയോ ഗതാഗത മന്ത്രിയുടെയോ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടാകാത്തതും പ്രതിഷേധത്തിന് ഇടയായിട്ടുണ്ട്. ഇതൊരു ജില്ലയുടെ മാത്രം പ്രശ്നമല്ല. തിരുവനന്തപുരം പോലെ അപൂർവം ജില്ലകളിലാണ് പൊതുഗതാഗത സംവിധാനത്തിൽ സ്വകാര്യ ബസ്സുകളേക്കാൾ KSRTCയെ ജനം ആശ്രയിക്കുന്നത്. മറ്റു ജില്ലകളിൽ സ്വകാര്യ ബസ് സർവീസുകൾ ഇല്ലെങ്കിൽ ജനം വഴിയിലാകുമെന്ന് ഉറപ്പ്. വയനാട്ടിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. നഷ്ടം കൂടുന്നതോടെ സർവീസുകൾ നിർത്തിവെക്കാനാണ് അവിടെ തീരുമാനിച്ചത്. ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സാധാരണക്കാരെ കൂടി ഇത് ബാധിക്കും. സുൽത്താൻ ബത്തേരി, മേപ്പാടി മേഖലകളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ബസ് ഉടമകളുടെ കണക്ക്. വയനാട്ടിൽ താൽക്കാലികമായി സർവീസ് നിർത്തിവെക്കാൻ ജില്ലയിലെ 100-ലേറെ സ്വകാര്യ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പിന് G-ഫോം സമർപ്പിച്ചു കഴിഞ്ഞു. നിശ്ചിത കാലയളവിൽ വാഹനം സർവീസ് നടത്തില്ലെന്ന് അധികൃതരെ മുൻകൂട്ടി അറിയിക്കാനാണിത്. UDF സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ മുഴുവൻ ഓർഡിനറി ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ യാത്രയെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് ഇതേ രീതിയിൽ തന്നെ പണിയെടുക്കുന്ന ഒരു വിഭാഗമുണ്ട്, സ്വകാര്യ ബസ് മേഖല. ആ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. നമുക്കറിയാം, ഡീസലിന് വരെ ഡീസൽ അടിക്കാൻ വരെ തികയാത്ത അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. തൊഴിലാളികൾക്ക് രാവിലെ 6:30 ഡ്യൂട്ടി കയറിയ ഒരു തൊഴിലാളി വൈകുന്നേരം 9 മണിക്ക് ഇറങ്ങുമ്പോൾ ഒരു 500 രൂപ വരെ കൂലി കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തി ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഈ 29-ാം തീയതി ജില്ലയിലെ മുഴുവൻ സ്വകാര്യ ബസ് ഉടമകളും തൊഴിലാളികളും ഒരു ദിവസത്തെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് ശേഷം വരുന്ന ദിവസങ്ങളിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ 1-ാം തീയതി മുതൽ കേരളത്തിലെ മുഴുവൻ സ്വകാര്യ ബസ്സുകളും റോഡിൽ ഇറക്കാതെ വലിയൊരു സമരത്തിലേക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു ഇടപെടൽ ഈ സമയത്തുണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. G-ഫോം നൽകിയ ബസ്സുകൾ ജൂലൈ 1 മുതൽ സർവീസ് നടത്തില്ല. G-ഫോം നൽകിയാൽ ആ കാലയളവിൽ റോഡ് നികുതി അടയ്ക്കേണ്ടതില്ല. കഴിഞ്ഞ 3 മാസത്തേക്കുള്ള നികുതിയുടെ കാലാവധി ജൂൺ 30-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ബസ് ഉടമകളുടെ നടപടി. കൊല്ലം ഉൾപ്പെടെയുള്ള തെക്കൻ മേഖലയിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. പല സർവീസുകളും കാലിയായി പോകുന്നുവെന്നാണ് പരാതി. നേരത്തെ സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന ആളുകൾ കൂട്ടത്തോടെ പ്രിയദർശിനിയിലേക്ക് മാറിക്കഴിഞ്ഞു. വലിയ വരുമാനമുള്ള സർക്കാർ സ്വകാര്യ ജീവനക്കാരും ഇപ്പോൾ സൗജന്യ യാത്ര ആസ്വദിക്കുകയാണെന്ന് ബസ് ഉടമകൾ പറയുന്നു. സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നതിൽ പ്രശ്നമില്ല. എല്ലാവർക്കും സൗജന്യം നൽകിയാൽ പിന്നെ എങ്ങനെ സ്വകാര്യ ബസ് സർവീസ് നടത്തും എന്നതാണ് ചോദ്യം. ഇങ്ങനെ പോയാൽ സ്വകാര്യ ബസ് എന്ന വ്യവസായ മേഖല തന്നെ പാടെ ഇല്ലാതാകുമെന്ന ആശങ്കകളാണ് ഉയരുന്നത്. KSRTC ബസ്സുകളിൽ ഏർപ്പെടുത്തിയ 0 ടിക്കറ്റിംഗിൽ സ്വകാര്യ ബസ്സുകളെ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. കിലോമീറ്ററിന് 60 രൂപയെങ്കിലും സബ്സിഡി നൽകിയാൽ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാൻ കഴിയുമെന്നാണ് ഇവരുടെ വാദം. KSRTC ഓർഡിനറി സർവീസുകൾ ഇല്ലാത്ത ഉൾപ്രദേശങ്ങളിലും ഈ രീതിയിൽ സൗജന്യ യാത്രയ്ക്ക് സ്വകാര്യ സർവീസുകൾക്ക് കഴിയും. ഇന്ധനവിലയിൽ കുറവ് വരുത്തുകയോ സർക്കാർ അടിയന്തരമായി സ്വകാര്യ ബസ് യാത്രകൾക്ക് കൂടി സബ്സിഡി നൽകുകയോ ചെയ്തില്ല എങ്കിൽ സർവീസ് നിർത്തിവെച്ചുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമാക്കാനും ആലോചനയുണ്ട്. അങ്ങനെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാകും ജനങ്ങൾ നേരിടേണ്ടി വരിക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്
എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.